Hi students, ഇന്ന് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തു. നൊട്ടേഷൻ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ. അങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിനോട്ട് ചെയ്യുന്നത്. വേറെ ഒരു നൊട്ടേഷൻ f sub x for dou f by dou x and f sub y for dou f by dou y. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണാം. Let f of x comma y is equal to 2y divided by y plus cos x. നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് കാണണം, അല്ലെങ്കിൽ എഫ് സബ് എക്സ് കാണണം. എഫ് സബ് എക്സ് കാണാൻ നമ്മൾ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യും, എന്നിട്ട് സാധാരണ പോലെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ 2y ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വെൻ വി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കാം. 2y ഇൻറ്റു പിന്നെ 1/y പ്ലസ് കോസ് എക്സ് ഉണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അവിടെ വൈനെ നമ്മൾ കോൺസ്റ്റന്റ് പോലെ ട്രീറ്റ് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 1/y പ്ലസ് കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 ഡിവൈഡഡ് ബൈ y പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇനി y പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്രീറ്റിംഗ് y ആസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ എന്തായിരിക്കും? 0 മൈനസ് സൈൻ എക്സ്. So finally you will get minus of minus plus 2y into sin x divided by y plus cos x whole square. So this is the answer. വേറെ എക്സാമ്പിൾ കാണാം. സോ നിങ്ങൾക്ക് എഫ് എക്സ് എഫ് വൈ അത് ചോദിക്കുന്നതിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് സ്ലോപ്പ് കാണാൻ പറയും. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് പ്രിസൈസ്ലി എഫ് എക്സ് ഓർ എഫ് വൈ വാട്ട് എവർ. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണിത്. ദ പ്ലെയിൻ എക്സ് ഈസ് ഈക്വൽ ടു 1 intersects the paraboloid z is equal to x square plus y square in a parabola. ഏത് പരാബോളയിലാണ് ഇന്റർസെക്ട് ചെയ്യുക? വിച്ച് പരാബോള ഈസ് ദാറ്റ്? പ്രിസൈസ്ലി ഇന്റർസെക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇക്വേഷനും കൂടി ഒരുമിച്ച് സോൾവ് ചെയ്യണം. അതായത് z is equal to 1 square plus y square, അതായത് z is equal to 1 plus y square. അതാണ് ആ പരാബോള വരിക. Find the slope of the tangent to the parabola at the point 1, 2, 5. ഈ 1, 2, 5 എന്നുള്ളത് ഈ പരാബോളോയിഡിലുണ്ടോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1 square plus 2 square equal to 1 plus 4 equal to 5. അതായത് x equal to 1, y equal to 2 substitute ചെയ്ത് കഴിഞ്ഞാൽ z equal to 5 കിട്ടും. So this point 1 to 5 lies on this paraboloid. അപ്പോൾ രണ്ട് തരത്തിൽ ചെയ്യാതെ, ഒന്ന് മെത്തേഡ് 1, നിങ്ങളുടെ പരാബോള ഏതാണ്? z is equal to 1 plus y square. അതാണ് പരാബോള കിട്ടുക. ഈ പരാബോളോയിഡും ഈ പ്ലെയിനും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പരാബോള z is equal to 1 plus y square. അതിൻ്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കാണണം. അറ്റ് വിച്ച് പോയിന്റ്? y equal to 2 എന്നുള്ള പോയിന്റിൽ. y equal to 2 എന്നുള്ള പോയിന്റിൽ. സോ
So slope of the tangent is equal to dz by dy when y equal to 2 equal to z എന്ന് പറഞ്ഞാൽ 1 plus y square ആണ്. അപ്പോൾ dz by dy is 2y when y equal to 2 into 2 equal to 4. So this is method 1. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നിങ്ങളുടെ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. ഇനി മെത്തേഡ് 2ലേക്ക് പോവാം. അതിൽ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്ത് കാണാം. ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. മെത്തേഡ് 2 റിക്വയർഡ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈക്വൽ ടു, ഇവിടെ പരാബോള ഏതാണ്? z is equal, paraboloid is z is equal to x square plus y square. ആ പരാബോളോയിഡിനെ x equal to 1 എന്നുള്ള പ്ലെയിൻ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിൻ്റെ, ആ കർവ് ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കണമെന്നില്ല ഈ മെത്തേഡിൽ. ആ കർവിൻ്റെ ഈ പോയിന്റിലുള്ള സ്ലോപ്പാണ് വേണ്ടത്. സോ ഇറ്റ് ഈസ് പ്രിസൈസ്ലി ഡോ സെഡ് ബൈ ഡോ വൈ. കാരണം ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സെഡ് ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് വൈ, thinking x as a constant. So required slope of tangent is equal to dou z by dou y at the point 1, 2 equal to, what is dou z by dou y? Dou z by dou y കാണുമ്പോൾ x കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. with respect to y ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ dou z by dou y equal to 2y at the point 1, 2 equal to 2 into 2 equal to 4. രണ്ട് തരത്തിൽ ചെയ്താലും നിങ്ങൾക്ക് ഒരേ ആൻസർ കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരുമ്പോൾ എങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക? ഇതുപോലെ ഒരു വ്യത്യാസമില്ല. സോ ഒരു എക്സാമ്പിൾ, f of x, y, z equal to x into sin of y plus 3z. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് കാണുമ്പോൾ വൈയും സെഡും കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കണം. ഡോ എഫ് ബൈ ഡോ വൈ കാണുമ്പോൾ എക്സും സെഡും കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കണം. ഡോ എഫ് ബൈ ഡോ സെഡ് കാണുമ്പോൾ എക്സും വൈയും കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കണം. എന്നിട്ട് സാധാരണ പോലെ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കിട്ടും. ഡോ എഫ് ബൈ ഡോ സെഡ് കാണുമ്പോഴോ എക്സ് കോൺസ്റ്റന്റ് ആണ്, വൈ കോൺസ്റ്റന്റ് ആണ്. കോസിൻ്റെ സൈൻ്റെ ഡെറിവേറ്റീവ് കൊസൈൻ, എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് ഓഫ് y plus 3z into, ഇനി y plus 3zൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z, തിങ്കിങ് ആസ് y എ കോൺസ്റ്റന്റ്. അപ്പോൾ എന്താ വരിക? 3zൻ്റെ ഡെറിവേറ്റീവ് 3. അപ്പോൾ 3x cos y plus 3z. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്കറിയാം ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചേക്കുന്ന ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ക്യാൻ വി സേ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്? അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ
f of x comma y equal to 0 if x into y not equal to 0 and 1 if x into y equal to 0 is not continuous at the origin, but the partial derivatives exist at the origin 0 0. So what is meant by x into y not equal to 0? Means x not equal to 0 and y not equal to 0, right? What is meant by xy equal to 0? X equal to 0 or y equal to 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്, വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസ്. അപ്പോൾ നിങ്ങൾക്ക് വൈ ആക്സിസ് ഓർ എക്സ് ആക്സിസ്, അതായത് യൂണിയൻ വൈ ആക്സിസ് യൂണിയൻ എക്സ് ആക്സിസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1. ബാക്കിയുള്ള പോയിന്റ്സിലോ ഫംഗ്ഷൻ്റെ വാല്യൂ 0. അതായത് വൈ ആക്സിസ് യൂണിയൻ എക്സ് ആക്സിസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1, അല്ലാത്ത പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ 0. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്, ഇതാണ് എഫ് ഓഫ് എക്സ് കോമ വൈ, അതായത് സെഡ് ആക്സിസ്, ഇതാണ് ഒറിജിൻ. ഓക്കെ, ഇനി എക്സ് ആക്സിസ് യൂണിയൻ വൈ ആക്സിസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 1. അതായത് 1 ഹൈറ്റ് മേലെ വരും, 1 ഹൈറ്റ് മേലെ വരും എഫ് ഓഫ് എക്സ് കോമ വൈ. അല്ലെങ്കിലോ, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലാത്ത സ്ഥലത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 0. അതായത് ഇങ്ങനെ ഒരു പ്ലെയിൻ പോലെ ഒരു ഷാഡോ പോലെ നിങ്ങൾക്കൂടെ കാണാം, ഫംഗ്ഷൻ്റെ വാല്യൂ താഴ്ന്നു കിടക്കും 0. സോ ദിസ് ഈസ് യുവർ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയും എക്സിസ്റ്റൻസ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണം, പിന്നെന്താ വേണ്ടത്? ആ ലിമിറ്റിൻ്റെ വാല്യൂ ഫംഗ്ഷൻ്റെ പോയിന്റിലെ വാല്യൂവിനോട് ഈക്വൽ ആവുകയും വേണം. ഈ 3 കണ്ടീഷൻസാണ് കണ്ടിന്യൂറ്റിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് this is the xy plane, this is the x-axis, this is the y-axis. നമുക്കൊരു പോയിന്റ് എടുക്കാം, ഇതാണ് x, y എന്നുള്ളത്, അത് 0 0ലേക്ക് ഇങ്ങനെ ടെൻഡ് ചെയ്യാണ്. സപ്പോസ് ഇറ്റ് ടെൻഡ്സ് ടു 0 0 along the line y is equal to x. So let x, y tends to 0 0 along the line y is equal to x. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ എക്സ് വൈ എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എക്സ് വൈ എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എക്സ് വൈയും നോൺ സീറോയാണ്, റൈറ്റ്? അതായത് എക്സ് ഇൻറ്റു വൈ നോൺ സീറോ ആണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായി? ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഫംഗ്ഷൻ്റെ വാല്യൂ 0. അപ്പോൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്താ? 0. ഇനി എക്സ് കോമ വൈ എന്നുള്ളത് 0 0നെ അപ്രോച്ച് ചെയ്യണത് എക്സ് ആക്സിസിൽ കൂടെയാണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിൽ കൂടെയാണ് അപ്രോച്ച് ചെയ്യണത്. അപ്പോൾ ഇവിടെയാണ് എക്സ് വൈ എന്നുള്ള പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എക്സ് ആക്സിസിലൊരു പോയിന്റാണ്, അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്തായി? 0 ആയി.
അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയി. So along the x-axis, the value of the function is 1. So limit എന്തായി 1 ആയി. So let x comma y tends to 0 0 along the x-axis. So limit of f of x comma y is equal to 1. So along two different lines the limit are different. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ടു പാത്ത് ടെസ്റ്റ്. ഓർമ്മയുണ്ടോ? ടു പാത്ത് ടെസ്റ്റ്. ഇഫ് എ ഫംഗ്ഷൻ ഹാസ് two different limits along two different paths as x comma y approaches a fixed point a b, then the limit does not exist. അതാണ് ടു പാത്ത് ടെസ്റ്റ് പറയുന്നത്. So two path test says that since limits are 0 and 1, limit does not exist. So limit exist ഇല്ലാന്നുണ്ടെങ്കിൽ continuous അല്ല, function is not continuous. Hope you understood. അടുത്തത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. സോറി, അതാണല്ലോ പറഞ്ഞേക്കണത്. കണ്ടിന്യൂസ് അല്ല, പക്ഷേ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സ് ഓർ എഫ് സബ് എക്സ് അറ്റ് ദ ഒറിജിൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും റൂൾ ഉപയോഗിച്ച്, ഇതുവരെ ചെയ്ത പ്രോബ്ലംസിൽ ഉപയോഗിച്ച് പ്രോഡക്റ്റ് റൂളോ കോഷ്യൻ റൂളോ സം റൂളോ ഡിഫറൻസ് റൂളോ അങ്ങനെയൊന്നും പറ്റില്ല ഇവിടെ. കാരണം നിങ്ങളുടെ ഫംഗ്ഷൻ അങ്ങനത്തെ ഫംഗ്ഷനാണ് 0 and 1. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൂടി എഫ് സബ് എക്സ് കാണാൻ ഡെഫിനിഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സോ എഫ് എക്സ് അറ്റ് 0 0 ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ, this is definition, limit h tends to 0, എക്സിന് മാത്രം ഇൻക്രിമെൻ്റ് കൊടുക്കുക, വൈനെ ഫിക്സ് ചെയ്ത് നിർത്തുക. ഏതിൽ? ഈ സീറോയിൽ വൈനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നു. സോ ലിമിറ്റ് h tends to 0, f of 0 plus h comma 0 minus f of 0 0 divided by h. This is the definition. Equal to limit h tends to 0. ഇനി ഇതെൻ്റെ എക്സ്, 0 പ്ലസ് എച്ച് എന്നുള്ളത് എക്സ്, 0 എന്നുള്ളത് വൈ. സോ എക്സ് ഇൻറ്റു വൈ എന്താ? 0. എക്സ് ഇൻറ്റു വൈ 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ എത്ര? 1. സോ എഫ് ഓഫ് 0 പ്ലസ് എച്ച് കോമ 0 ഈസ് 1 മൈനസ് വാട്ട് ഈസ് എഫ് ഓഫ് 0 0? Again എക്സ് ഇൻറ്റു വൈ ഈസ് 0 ഇൻറ്റു 0 ഈക്വൽ ടു 0. എക്സ് വൈ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ again 1. So 1 minus 1 divided by h equal to limit of 0 equal to 0. So fx, f sub x എന്ന് പറയുന്നത് 0. Understood? Similarly, you can show that f sub y at 0 0 is also equal to 0. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. പക്ഷേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. So these are definitions. Dou square f divided by dou x square. It is by definition. First you find dou f by dou x. Then you will get an expression in x and y. You differentiate that again
partially with respect to x. So dou square f divided by dou x square is dou by dou x of dou f by dou x. Another notation is fxx. Similarly, dou square f by dou y square is defined as, first you find dou f by dou y, again differentiate it with respect to y. Another notation is fyy. Dou square f divided by dou y dou x is, by definition, first you find dou f by dou x, this x, that first. Then you will get an expression in x and y, differentiate that with respect to this y. And another notation is f sub yx. And similarly, dou square f by dou x dou y is defined as dou f by dou y, first you are finding, then partially with respect to x, again you are differentiating. Another notation is fxy. Here is an example. F of x comma y is equal to x cos y plus y e to the power x. You have to find all the partial derivatives of order 2, second order partial derivatives you have to find. So second order derivative കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ fx കാണാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കണം. അപ്പോൾ എന്ത് വരും? f sub x is equal to cos y, കാരണം y കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ cos y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ you are differentiating with respect to x. So what is partial derivative of x with respect to x? It is 1. So cos y into 1, അതാണിത്, ഈ ടേം. Cos y into 1 plus what is partial derivative of y e to the power x? So y is a constant and derivative of e to the power x is e to the power x. So second term is y e to the power x, that is fx. Similarly, what is fy? Minus sin y plus e to the power x. You work out fxx, use the previous definition. You will get y is equal fxx is equal to y e to the power x, fyy equal to minus x cos y. fxy is by definition dou by dou x of dou f by dou y. This is definition. So you will get minus sin y plus e to the power x. And similarly, fyx is also minus sin y plus e to the power x. Please check this. fyx, I have not shown, I have just written similarly. Hope you understood. Let me go to the next slide. So in the previous slide we observed that dou square f by dou x by dou x dou y and dou square f by dou y dou x, they are the same. Actually this happens for most of the functions we are dealing with. So this is a result by Euler. So Euler's mixed derivative theorem. So it says fxy at a point AB and fyx at a point AB, they are the same for many functions f. Which functions? So suppose fxy and the partial derivatives, first order partial derivatives, only two are there, fx and fy.
And in the second order partial derivatives, look at fxy and fyx. Forget about f sub xx and f sub yy. അതിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. Suppose these 4 and your fxy, these are all defined and continuous throughout an open region containing a point AB. So you have a point AB in the xy plane. Near that point AB and at the point AB also. AB എന്നുള്ള പോയിന്റിലും അതിൻ്റെ ഒരു നൈബർഹുഡിലും അതിൻ്റെ ഒരു സറൗണ്ടിങ്സിലും ഇതെല്ലാം ഡിഫൈൻഡും ആണ്, കണ്ടിന്യൂസും ആണെന്ന് വിചാരിക്കുക. ഏത്? ഈ 4 പിന്നെ നിങ്ങളുടെ ഗിവൻ എഫും. ദെൻ മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ. ഇതാണ് ഓയിലേഴ്സ് തിയറം പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ പ്രൂഫിനെ കുറിച്ച് തൽക്കാലം ബോധർ ചെയ്യണ്ട, അത് സിലബസിലില്ല. So Euler's theorem on mixed derivatives. For example, find dou square w by dou x dou y if w equal to xy plus e to the power y by y square plus 1. ഇവിടെ എൻ്റെ ഫംഗ്ഷൻ, it is a function of two independent variables x and y, and the dependent variable is, instead of z I used w. That's it. So I am asked to find dou square w by dou x dou y. I said നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരുപാട് ഒട്ടുമിക്ക ഫംഗ്ഷൻസിലും മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സെയിം ആയിരിക്കും. ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ വൈ ഡോ എക്സും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കമ്പ്യൂട്ട് ചെയ്യുക. അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ വൈ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഇ ടു ദ പവർ വൈ ബൈ വൈ സ്ക്വയർ പ്ലസ് 1 ഈ ടേം അതും കോൺസ്റ്റൻ്റ് ആയിപ്പോയി. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 0 ആയി. പിന്നെ ഈ ടേം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, തിങ്കിങ് വൈ ആസ് എ കോൺസ്റ്റൻറ്റ്, എന്താ വരിക? y ഇൻറ്റു 1, അതായത് y പ്ലസ് ദിസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഈസ് 0. സോ y പ്ലസ് 0 ഈക്വൽ ടു y. ഇനി നിങ്ങൾ ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ കാണണം. പക്ഷേ ബൈ ഓയിലേഴ്സ് തിയറം ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ വൈ ഡോ എക്സും സെയിം ആയിരിക്കും. സോ ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ വൈ ഡോ എക്സ്, ദിസ് ഈസ് ബൈ ഡെഫിനിഷൻ. ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കാണുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ വാട്ട് ഐ വിൽ ഗെറ്റ്? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് വൈ. സോ ഡോ വൈ ബൈ ഡോ വൈ equal to 1. So this is the value of dou square w by dou y dou x. But by Euler's theorem, these two are equal. These two are equal. So your required answer is 1. നമ്മൾ തിരിച്ച് ചെയ്യുകയാണെങ്കിലോ, ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ നേരിട്ട് കാണുമെന്ന് വിചാരിക്കാം. സോ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ആദ്യം കാണുന്നു, എന്നിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ കാണണം. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ നിങ്ങൾ കണ്ടോളൂ, ഡബ്ല്യു തന്നിട്ടുണ്ടല്ലോ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വൈ.
നിങ്ങൾക്ക് ഈ ടു ദ പവർ വൈ ബൈ വൈ സ്ക്വയർ പ്ലസ് 1 എന്നുള്ളൊരു ടേമൊക്കെ ഉണ്ട്. അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഷ്യൻ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യണം. സോ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ കണ്ടിട്ട് നിങ്ങൾ തന്നെ കാണാൻ പറഞ്ഞേക്കണത് കാണുകയാണെങ്കിൽ ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ കാണുകയാണെങ്കിൽ ലേബർ കൂടും. കാരണം നിങ്ങൾക്ക് ആ കോഷ്യൻ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്ത് ഒരുപാട് സർക്കസ് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. കാരണം ഈ രണ്ട് ആൻസറുകളും സെയിം ആണ് ബൈ ഓയിലേഴ്സ് തിയറം. സോ റിക്വയർഡ് ആൻസർ ഈസ് 1. സോ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. നിങ്ങൾ വീഡിയോ 1, 2, 3 പ്രാവശ്യം കാണുക. എല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം, എന്നാലേ അടുത്ത ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.